ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഏതാണെന്ന് വഴിയെ പറയാം. ഓക്കെ. വീഡിയോ ഫോട്ടോ എടുക്കല്ലേ വീഡിയോ. അപ്പോ ഞങ്ങള് എവിടെ അപ്പോ ഞങ്ങള് ഒരു അതായത് കുടിയിരിക്കലുണ്ട്, അതിന് പോവാണ്. ഞാനിപ്പോ ഇതുവരെ പോയിട്ട് വന്നുള്ളൂ. അപ്പൊ ഇനി കുട്ടി ചെറുതായിട്ടൊന്ന് വീണു. കഷാര എന്താ ചക്കര വീണു. കുഴപ്പമൊന്നുമില്ല. അത് ഇതില് ചെയറില് നിന്നിട്ട് ഇങ്ങനെ ചാരിയതാണ്. അപ്പൊ ഇങ്ങനെ ചാരരുത് കേട്ടോ. ഒന്നുകൂടി ചാരി അച്ഛൻ പറഞ്ഞുതരാം. ഒന്നുകൂടി ചാരി. അച്ഛൻ പെടുന്നില്ല. അങ്ങനെ ചാരി അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ വീഴതാ കണ്ടോ? ഒന്നുകൂടി ചാരി. ഉണ്ണി എന്താ ഉണ്ടാക്കി? ചാരി നോക്കട്ടെ. നോക്കട്ടെ ചാരി. ഒന്നുകൂടി ചാരി നോക്കട്ടെ എന്താ ഉണ്ടാക്കി. അതേപോലെ അച്ഛൻ പിടിക്കുന്നു. ചാരി പറ്റില്ല. നീ ചാരി കേട്ടോ. അപ്പൊ അതാണ് സംഭവം ഉണ്ടായത്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ വന്നുള്ളൂ. ഇനി പുറപ്പെട്ടിട്ട് നേരെ ഞങ്ങൾ പോവാണ്. ഓക്കെ. അപ്പോ വൈകുന്നേരം പുറപ്പെടുന്നുണ്ട്. അത് മയക്ക് കാട്ട്. അങ്ങനെ പിടിക്കല്ല. അപ്പൊ വൈകുന്നേരം പുറപ്പെടുന്നു. ഓക്കെ. അപ്പൊ ഞാനിവിടെ പുറപ്പുണ്ട്. ഞാൻ പുറപ്പെടുന്നു. ഞാൻ പുറപ്പെടുന്നു. ഇനി ഞങ്ങള് ഇവിടേക്ക് പോവുകയാണ്. പോയിട്ട് അപ്പൊ ഞാനും പോണ്ട്, ഉണ്ണി പോണ്ട്. ആരൊക്കെ പോണ്? അന്ന് എന്തോ മധുരങ്ങളോ അങ്ങനെ എന്തൊക്കെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് കുട്ടിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. കുട്ടി എനിക്ക് വാരി തന്നു, ഞാൻ കുട്ടിക്ക് വാരി കൊടുത്തു. അങ്ങനെ അവിടെ കഴിച്ചു. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ താത്ത വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവിടെ ഞങ്ങൾ പോയപ്പോ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കൂട്ടായിരുന്നു അവര് എല്ലാവരും. അവിടെ നല്ല സഹകരണമാണ്. അവിടെ എല്ലാവരും നല്ല എന്താ പറയാ, നല്ല രസമാണ്. കാരണം എല്ലാവരും സഹകരണം ഉണ്ട്. പിന്നെ കുട്ടിയൊക്കെ 4 പുറം നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നജീബ് അത് അവരെ റൂമൊക്കെ കാണിച്ചു തരികയാണ്. ഒരു 2-3 റൂമുണ്ട്. അതൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. ഇതാണ് അപ്പൊ അവരുടെ വേറൊരു റൂം. അതേപോലെ ഇവിടെ ഇപ്പോൾ കട്ടിലും ഇതൊന്നും ഇട്ടിട്ടില്ല. കാരണം ഇന്ന് കുടിയിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കട്ടിലൊക്കെ ആരെങ്കിലും വിരുന്നേരോ ബന്ധുക്കാരോ സ്വന്തക്കാരൊക്കെ വരുമ്പോ ഇവിടെ നിൽക്കാനുള്ള സ്പേസ് ചിലപ്പോ ഒന്നും കൂടി കൂടിക്കോട്ടെ വെച്ചിട്ടാണ് ഇപ്പൊ അധികം ആ കട്ടിലൊന്നും വേണ്ടത്. ഇപ്പൊ ഒക്കെ റെഡിയായി. ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പൊ അന്നാണ് ഞാൻ ഇതിപ്പോ അപ്ലോഡ് ചെയ്യണത്, അതായത് റെക്കോർഡ് ചെയ്യണത് കേട്ടോ. ഉമ്മയ്ക്ക് പിന്നെ എപ്പോഴും മുറുക്കാൻ വേണം. അവര് ഫുള്ള് മുറുക്കലിന്റെ ആളാണ്. അപ്പൊ ഒരു ചെറിയൊരു കല്ലുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഫുള്ള് ഇപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ സെറ്റപ്പ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ റെഡിയാവും. കാരണം ഇന്നിപ്പോ ഇതല്ലേ, കുടിയിരിക്കലല്ലേ. പിന്നെ ഇതാ ഈ അപ്പുറത്തെ റൂം, ഇതാ ചെറിയ റോഡ്. ഈ റോഡ് അതിൻ്റെ അപ്പുറത്തെ വീട്, കുറെ ഒരു വരിവരിക്കുള്ള വീടുകളാണ്. അതേപോലെ അതേപോലെ ഫാദിയ നടന്നിട്ട് 4 പുറം നടന്ന് എല്ലാം കുഴപ്പമൊന്നുമില്ല അവിടെ. പക്ഷെ ബാത്റൂം മാത്രം ബാക്കിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പരിസരങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ആദ്യേന റോഡുണ്ട് കേട്ടോ. അറ്റത്ത് റോഡുണ്ട്. അപ്പോൾ അതിനെ പോയാലാണ് നമ്മുടെ ഉമ്മ മുന്നേ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൻ്റെ അവിടേക്ക് വരാനുള്ള വഴി അവിടെയാണ്. ഓക്കെ. ഇപ്പോൾ അവർ പോയപ്പോൾ തന്നെ എന്തോ ഒരു വീട് ഉറങ്ങിയ പോലെയൊക്കെ ആയിരുന്നു. കാരണം ഞാൻ മാത്രമാണ് ഇവിടെ ഇപ്പോൾ സൗണ്ടിൽ പാട്ട് വയ്ക്കുന്നത്. അവര് രാവിലെ നീച്ച തുടങ്ങും. ചെക്കനെ അവരും മകനെ വിളിക്കും. നീക്ക് ശ്വാസം വിടാണ്ട് വിളിക്കും. അത് കേട്ടിട്ട് തന്നെ ഞങ്ങളൊക്കെ നീക്കാറ്. പക്ഷെ അവൻ നീക്കില്ല, അവര് മകൻ നീക്കില്ല, പക്ഷെ ഞങ്ങളൊക്കെ നീക്കുന്നുണ്ടാവും. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വന്നു. ഞാൻ, കുട്ടി, വൈഫ് എല്ലാവരും ഉറങ്ങിയിട്ട് പിന്നെന്താ ഇവിടെ അന്ന് രാത്രി കേട്ടത് ഒരു പൂച്ച ഉണ്ടായിരുന്നു.
ഒരു അല്ലാതെ പിറ്റേ ദിവസമാണ് ഒരു പൂച്ച അവർ കൊടുത്താറുന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുത്താറുന്ന ഒരു പൂച്ചയാണ് കേട്ടോ. അത് 2 ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും കുട്ടി അതിന് ഭക്ഷണം കൊടുക്കുകയാണ് ഒരു ഇലയില്. അപ്പൊ വന്ന് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പൂച്ച വേറൊന്ന് കഴിച്ചു. അപ്പൊ ഇതാ അപ്പുറത്തൊരു പൂച്ച നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോ വന്നിട്ട് ഇതിനെ കഴിക്കാൻ സമ്മതിക്കില്ല, ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ സമയം രാത്രിക്കാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞാനും കുട്ടി പൂച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതായിട്ട് ഉറങ്ങി. ഓക്കെ, അപ്പൊ ഇനി